ഞാൻ അഡ്വക്കേറ്റ് ജയന്തൻ, രംഗനാഥൻ സാറിന്റെ ജൂനിയർ. ആ ജയന്തൻ, പറയൂ. തന്റെ നമ്പറൊക്കെ മാറിയോ? തന്റെ നമ്പറൊന്നും എന്റെ ലിസ്റ്റിലില്ല. ആ മാറി സാറേ, ഈ നമ്പർ സാറൊന്ന് ഫീഡ് ചെയ്തു. ഓ ഷോ. സാറിനൊരു ഗുണമുള്ള കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അല്ല, സാറിന് ഗുണമുണ്ടാവുമ്പോ എനിക്കും ഗുണമുണ്ടാവുമെന്ന് അറിയാം. അതിപ്പോ പ്രത്യേകിച്ച് പറയണോ? താൻ കാര്യം പറ. ബലരാമൻ വധക്കേസിലെ പ്രതി സിദ്ധാർത്ഥന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ വേണ്ടി പ്രഭാവതി ഇന്ന് രംഗനാഥ് സാറിനെ കാണാൻ വന്നു. എന്നിട്ട് രംഗനാഥ് സാർ എന്ത് പറഞ്ഞു? ഇത്തരം കൊലപാതക കേസുകളിലാണല്ലോ പുള്ളിക്ക് താല്പര്യം. സാറിനറിയാലോ, ഒരു കേസ് ഏറ്റെടുത്താൽ ആള് ജയിപ്പിച്ചിരിക്കും. ജഡ്ജി ഹരിസാർ വിളിച്ച് പറഞ്ഞ കേസായതുകൊണ്ട് വക്കാലത്ത് ഏറ്റെടുക്കാന്ന് രംഗനാഥ സാർ സമ്മതിച്ചു. എന്നിട്ട് അയാൾ വക്കാലത്ത് എടുത്തോ? എടുത്തോന്ന് ചോദിച്ചാ എടുത്തു. പക്ഷേ വക്കീൽ ഫീസ് കേട്ടപ്പോ ആലോചിച്ചിട്ട് വരാമെന്നും പറഞ്ഞാ പ്രഭാവതി മേഡം പോയേക്കുന്നേ. അവര് ഫീസ് കൊടുത്ത രംഗനാഥ സാർ കേസ് ഏറ്റെടുക്കും. സാറ് ഏറ്റെടുത്ത സിദ്ധാർത്ഥൻ പുറത്തു വരും. സിദ്ധാർത്ഥൻ പുറത്തു വരാൻ പാടില്ല. രംഗനാഥ സാർ തൊഴിലിൽ വെള്ളം ചേർക്കില്ല. ഞാൻ വേണമെങ്കിൽ സാറിനെ സഹായിക്കാം. മനസ്സിലായില്ല. അതായത് സിദ്ധാർത്ഥന്റെ കേസിന്റെ കാര്യങ്ങൾ ചോർത്തിത്തരാൻ ഞാൻ തയ്യാറാണ്. തന്റെ സേവനം വേണം. നമുക്ക് കാണാം. കാണാം സാർ. ശരി. സർ, കമ്പനി അക്കൗണ്ടിന്റെ ഫ്രീസിംഗ് ഏത് സമയവും മാറ്റും. അപ്പൊ ഞാൻ മടക്കിത്തരാം, വൈകില്ല. അത്രയും വലിയ അത്യാവശ്യമായതുകൊണ്ട്. കോളേജിൽ സാറിന് പല ആവശ്യങ്ങളും വന്നപ്പോ ചോദിക്കുന്ന കാശ് ഞാൻ തന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതല്ല. ഞാൻ പറ്റിച്ചു കളയുമെന്നാണോ സാറിന്റെ പേടി? സർ പ്ലീസ് സർ, ജസ്റ്റ് ഒരു 5 ലക്ഷം രൂപ. എന്താ ഇത്? ആരോടെങ്ങനെ കാലുപിടിച്ച് കെഞ്ചുന്നേ? അല്ല, കോളേജിലെ പഴയൊരു കൊളീഗ വക്കീൽ ഫീസ് കൊടുക്കണ്ടേ, കടം ചോദിച്ചതാ. പുള്ളിക്ക് ഒരുപാട് സംശയങ്ങൾ. കാശ് തിരിച്ചു കൊടുക്കൂ. അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോകരുത്. അമ്മേ, ഇന്നമ്മ പലരെയും വിളിക്കുന്ന കണ്ടു. വേണ്ടമ്മേ. പിന്നെ എവിടുന്നാ കാശ് കിട്ടാൻ പോകുന്നേ? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെങ്കിലും വീണ്ടും കാശൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓരോ പൈസയും സൂക്ഷിച്ചേ ചെലവഴിക്കാവൂ. കാശില്ലെങ്കിൽ വിലയില്ല. അത് പ്രൊഫസർ ആണെങ്കിലും ശരി, ഡോക്ടർ ആണെങ്കിലും ശരി. അതുപോലെ ആരെയെങ്കിലും സഹായിക്കുകയാണെങ്കിൽ തിരിച്ച് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കാശുള്ളപ്പോഴേ വിലയുള്ളൂ. നന്ദ, പണമില്ലെങ്കിൽ വിലയില്ലെന്ന് മാത്രമല്ല, നമ്മളൊരു ബാധ്യതയാവോന്ന് പോലും പലരും സംശയിച്ചു തുടങ്ങും, ഒഴിഞ്ഞു മാറും. ഇപ്പൊ ഞാൻ വിളിച്ച പ്രൊഫസർ അടുത്ത തവണ എന്റെ നമ്പർ കണ്ടാ എടുക്കില്ല. ഇപ്പൊ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് കാണും. അമ്മ പറയുന്നൊക്കെ ശരിയാണ്. പക്ഷെ അമ്മ ഇനി ആരും വിളിക്കണ്ട, വിഷമം കൂട്ടണ്ട. എനിക്ക് നാണക്കേടും വിഷമവും ഒന്നുമില്ല. എന്റെ മുൻപിൽ സിദ്ധു മാത്രമേ ഉള്ളൂ. സിദ്ധുവിനെ ജയിലിൽ നിറക്കാം, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. നാളെയും ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം. കടം ചോദിക്കാതെ എങ്ങനെയാ നന്ദു കാശുണ്ടാക്കുന്നത്? എനിക്കറിയില്ല.
ആ എന്നെ അറിയോ? ഓ അറിയാം. ഇല്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. ഞാൻ മനസ്സിലാക്കി തരാം ഞാൻ ആരാണെന്ന്. അന്നൊരു ദിവസം ഞാൻ വന്നിരുന്നു. അന്ന് മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത്. അത് വെച്ച് എന്നെ കാണണ്ട. അവളെ വിളിക്കാ തനുജെ. തനുജ ഇവിടെ ഇല്ല സാറേ. അവൾ ഇവിടെ ഇല്ലെങ്കിൽ വരുത്തവളെ. ഫോൺ ചെയ്. ഈ പരുന്ത് വന്നിട്ടുണ്ടെന്ന് പറ. പറന്ന് തന്നെ വരാൻ പറ. ഇല്ലെങ്കിൽ കൊത്തി കീറും ഞാൻ. ആ ആ എന്റെ പെങ്ങളെ, ആ പെണ്ണിനെ വിളിക്ക് തനുജെ. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കല്ലേ സാറേ? ബഹളം ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. വെട്ടി അറിയാനാ. പല അവധികളായി. ചോദിക്കുമ്പോ 100 ഒഴിവുകളും. ആ MLA മോളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചല്ലേ എന്റെ ഇത് കാശ് വാങ്ങിയത്. ഇപ്പൊ MLA ജയിലിലും. അവളുടെ സ്വഭാവം എങ്ങനെയായി പോയതെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ സാറേ? എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയോ? കാണോ ഇപ്പോ? ഞങ്ങളെ ഉപദ്രവിക്കല്ലേ സാറേ? ഞങ്ങളോട് ചോദിച്ചിട്ടല്ല അവള് കാശ് കടം വാങ്ങുന്നതൊക്കെ. പക്ഷെ ഞാൻ നിങ്ങളോടും ചോദിക്കും. എനിക്ക് കാശ് കിട്ടിയാൽ മതി. നിങ്ങൾ അവളെ വിളിച്ചു വരുത്ത്. കാശ് കൊണ്ട് വരാൻ പറ. അവള് വന്നോട്ടെ സാറേ, ഞങ്ങൾ സംസാരിച്ചോളാം. സാറ് കുറച്ചു ദിവസം കഴിഞ്ഞു വരൂ, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. ആ അടുത്ത വരവിന് ഞാൻ പൈസയും കൊണ്ടേ പോവും. ഒന്നുകിൽ എന്റെ നിന്ന് വാങ്ങിയ പൈസ, അല്ലെങ്കിൽ അവളുടെ തല. അതവളോട് പറഞ്ഞേക്കേ. ആഹാ. ഏട്ടാ, ഇനി എന്താവും ഒന്നും അറിയില്ലല്ലോ. നന്ദു, എന്തായി ആലോചിക്കുന്നേ? വക്കീലിന്റെ ഫീസ് അതെങ്ങനെ കൊടുക്കാന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എല്ലാ വഴികളും അടഞ്ഞുപോയിന്ന് പറയാറില്ലേ? അതാ ഇപ്പൊ സംഭവിച്ചത്. ആരോടും കാശ് കടം ചോദിക്കാനും പറ്റാത്ത അവസ്ഥ. ഗിരീഷേട്ടനോട് ചോദിക്കാന്ന് വെച്ചാ ആവശ്യപ്പെടാതെ തന്നെ ഒരുപാട് പണം നമുക്ക് തന്നു കഴിഞ്ഞു. അതുമല്ല, ഗിരീഷേട്ടനോട് ചോദിക്കുന്ന മര്യാദയല്ല. മുരളിയുടെ അവസ്ഥയും മോശം. ചോദിച്ച ചിലപ്പോ എങ്ങനെ മറിച്ചു തരുമായിരിക്കും. പക്ഷെ അവനും ഇപ്പൊ കടത്തില്ല. വണ്ടി പണിയിക്കാൻ ഈയിടെ ആരോടൊന്ന് കടം വാങ്ങി. വേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. നന്ദു, എനിക്കറിയാം നന്ദു ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനൊരവസ്ഥയില് എന്റെ വീട്ടിൽ നിന്നൊരു സഹായവും വരുന്നില്ലല്ലോ എന്ന്. എന്താ താൻ പറഞ്ഞു? ഭർത്താവിന്റെ വീട്ടിലൊരു സാമ്പത്തിക ആവശ്യം ഉണ്ടായ ഭാര്യയുടെ വീട്ടിൽ നിന്നൊരു പിന്തുണ ഉണ്ടാവണം. എന്റെ ദൈവം ഒന്ന് വെറുതെ ഇരിക്കുവോ? ഭാര്യയുടെ വീട്ടിലെ പണം, ഭർത്താവിന്റെ വീട്ടിലെ പണം അങ്ങനെ വെവ്വേറെ കണ്ടിട്ടില്ല. കാശുള്ളപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാ നമ്മളെല്ലാവരും. അതെനിക്കറിയാം. ദേവിയുടെ വീട്ടിൽ കാശുണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ പണം ഇടത്തുനിന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വിട്. ഞാൻ പറഞ്ഞത് പൊതുവായിട്ടൊരു അവസ്ഥയാ. നമ്മളും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ സാമ്പത്തികമായി ഞെരുക്കത്തില്ല. ചോദിച്ച കാശ് അഡ്വാൻസ് എത്തിക്കാതെ വക്കീൽ കേസ് എടുക്കില്ലല്ലോ അല്ലേ? രംഗനാഥൻ വക്കീലിനെ സംബന്ധിച്ച് ഈ ഫീസ് കുറഞ്ഞ തുകയാണ്. എന്തായാലും ഈ വക്കീല് തന്നെ വേണം അച്ഛന് വേണ്ടി വാദിക്കാൻ. രംഗനാഥൻ വക്കീലുണ്ടെങ്കിൽ ഉറപ്പായും അച്ഛൻ പുറത്തിറങ്ങും. എന്തായാലും നീ നാളെ അച്ഛനെ കാണാൻ പോവല്ലേ? അതെ. നീ പോയിട്ട് വാ. കാശിനെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം. എങ്ങനെയെങ്കിലും കാശ് കണ്ടെത്തണം നന്ദു. ഈ കാര്യത്തിൽ ഇനി അവധി വെക്കാൻ പറ്റില്ല. അത് വിട്ടേക്ക്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാന്ന്? 2 ദിവസത്തിനകം ഫീസ് കൊടുക്കണ്ടേ? നമുക്ക് നാളെ തീരുമാനിക്കാം.
എന്താ നന്ദു, ആരോടെങ്കിലും പലിശയ്ക്ക് വാങ്ങാന്നാണോ? ഇത്രയും രൂപ കൃത്യമായിട്ട് രീതിയില്ലാതെ ആരും തരില്ല. അതുമല്ല, കൊള്ളപ്പലിശ ആയിരിക്കും ചോദിക്കുന്നേ. പിന്നെ എന്ത് ചെയ്യാനാ? എന്തേലും ചെയ്യാം. ചെയ്തല്ലേ പറ്റൂ. നോക്കാം. രംഗനാഥ കൈമളി കേസെടുക്കാന്ന് സമ്മതിച്ച തന്നെ വലിയ ഭാഗ്യാനന്ദ. അതെ, കേസ് നമ്മൾ ജയിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ഫീസ് 5 ലക്ഷമല്ല ചോദിച്ചിരിക്കുന്നത്. അതാ ഞാനും ആലോചിച്ചത്. ഈ അവസ്ഥയിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ഫീസ് സാധാരണ ഇതിലും കൂടുതലാ. ഹരിയങ്കലിന്റെ വേണ്ടപ്പെട്ടവരെന്ന് നിലയ്ക്കാ ഈ തുക മതി എന്ന് പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 ലക്ഷം എന്ന് പറയുന്നത് കയ്യെത്താ ദൂരത്താണെങ്കിലും രംഗനാഥ കൈമൾ വക്കീലിന്റെ കുറഞ്ഞ ഫീസായത്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ വാദിപ്പിക്കണമെന്ന് ഹരിയങ്കൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ക്യാഷ് റെഡിയാക്കി കൊടുക്കണം. എടാ, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഇത് മാത്രമേ ഇനിയൊരു അസറ്റായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. അച്ഛൻ എൻ്റെ പേരിലെടുത്തുന്ന കാറാ. വൈകിയാണെങ്കിലും എനിക്കും ദേവിക്കും കിട്ടിയ വിവാഹ സമ്മാനം. ഇവനെ ഇങ്ങ് വയ്ക്കാം. എടാ എന്താ, എടാ ഇതൊന്നും ഇപ്പൊ വേണ്ട. എടാ, ഇതല്ലാതെ മറ്റൊരു മാർഗം ഇപ്പൊ എൻ്റെ മുമ്പിലില്ല. എടാ, നീ ഇത് അത്ര ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കുന്ന കാറല്ലേടാ. ഇതിപ്പോ കൊടുക്കണ്ട. ഇത് വിറ്റ് കാശാക്കുന്ന കാര്യം എന്തായാലും ചിന്തിക്കണ്ട. അപ്പോ രംഗനാഥ് സാറ് കേസ് വാദിക്കേണ്ടതാണോ? എടാ, വക്കീലിനെ വിട്ടുകളയാനല്ല പറയുന്നത്. നീ എന്തായാലും നിൽക്ക്. വണ്ടി വിൽക്കുന്ന കാര്യം എന്തായാലും ചിന്തിക്കാൻ വരട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ആലോചിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. എവിടെന്നെങ്കിലും കൊള്ളപ്പലിശയ്ക്ക് പണം എടുത്ത് ഞങ്ങളെ സഹായിക്കുന്നില്ല നീ ആലോചിക്കുന്നത്. വേണ്ട, ഞാനത് സമ്മതിക്കില്ല. എടാ, ചന്ദ്രത്ത് ഓരോ പ്രശ്നങ്ങൾ കാരണം നിന്റെ വീട്ടിലും ഒരു തലവേദന ഉണ്ടാക്കി വെക്കണ്ട. എടാ, എന്നെ സഹായിക്കാൻ നോക്കി നിന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ 5 ലക്ഷം ചോദിക്കുന്നവർക്ക് 10 ലക്ഷം കൊടുത്തവരെ ഞങ്ങള്. ഇപ്പോ 5 രൂപയുടെ ആവശ്യമെന്ന് കേട്ടാൽ പോലും പേടിച്ചു പോകുന്ന അവസ്ഥയാ. ഇന്നിപ്പോ അച്ഛനെ കാണാൻ ദേവി പോയിട്ടുണ്ട്. രംഗനാഥ വക്കീൽ കേസ് ഏറ്റെടുത്തെന്ന് കേൾക്കുമ്പോൾ അച്ഛനൊരു പ്രതീക്ഷ വരും. അച്ഛനെ നിരാശപ്പെടുത്താൻ പാടില്ല. ഇനിയിപ്പോ വണ്ടി വിറ്റിട്ടായാലും ശരി, വീട് വിറ്റിട്ടായാലും ശരി, ഫീസിനുള്ള തുക കണ്ടെത്തിയേ പറ്റൂ. എടാ, നമുക്ക് ഗിരീഷേട്ടനോടൊന്ന് ചോദിച്ചാലോ? ഗിരീഷേട്ടൻ നല്ലൊരു തുക ഇങ്ങോട്ടായിട്ട് തന്നതേ ഉള്ളൂ ഈയിടെ. നീ കഴിഞ്ഞ പ്രാവശ്യം എന്നെ സഹായിച്ച പൈസ ഞാൻ മടക്കി തന്നല്ലോ. അത് ഗിരീഷേട്ടൻ തന്നണോ? എന്റെ അവസ്ഥയിൽ വിഷമിക്കാൻ നിന്നെപ്പോലൊരു കൂട്ടുകാരനെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യ. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നീ ഉണ്ടെന്നുള്ള ധൈര്യം എനിക്ക്. കാര്യങ്ങൾ നിന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടും. ഈ കാർ വിൽക്കാന്ന് നിന്നോട് പറയുന്നതും നീയും കൂടി അത് സമ്മതിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു ബലത്തിന് വേണ്ടിയിട്ടാ. ഒരുപാട് കാറുകൾ നിരന്നിടന്ന മുറ്റമല്ലേ ചന്ദ്രത്തിൻ്റെത്. അവിടെ ഒന്ന് ഒഴിഞ്ഞു നടക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇപ്പോൾ ഒഴിയുന്ന ചന്ദ്രത്തിന്റെ മുറ്റത്ത് പോയ വണ്ടികളെല്ലാം തിരിച്ചു വരും. എത്രയും പെട്ടെന്ന്. നീ വാ. മോളൊരിക്കലും എന്നെ കാണാൻ ജയിലിൽ വരാൻ പാടില്ലായിരുന്നു. അച്ഛാ, വിസിറ്റർ ഉണ്ടെന്നും
പേര് ദേവികയാണെന്നും വാടം പറഞ്ഞപ്പോ ആദ്യം ഞാൻ കാണണ്ടെന്നാ പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, മോളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അറിയാം. ഇങ്ങനൊരു അവസ്ഥയിൽ എന്നെ കണ്ടാ പിന്നെ ജീവിത അവസാനം വരെ ആ കാഴ്ച മനസ്സിൽ കിടക്കും. അച്ഛനപ്പോ ഞങ്ങളെ ആരെയും കാണണമെന്ന് തോന്നുന്നില്ലേ? നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നുണ്ടല്ലോ. എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. ഇല്ലച്ച, അതച്ഛൻ വെറുതെ പറയാ. അച്ഛന്റെ മനസ്സിൽ ഞങ്ങൾ ആരുമില്ല. ഉണ്ടെങ്കിൽ ഞങ്ങളോട് അച്ഛൻ കുറച്ചുകൂടി സഹതാപം കാണിച്ചേനെ. മോളെ, ഞങ്ങളുടെ കാര്യം വിട്. അമ്മയോട്, അച്ഛന്റെ ഭാര്യയോട് അച്ഛന് ദയവ് കാണിച്ചൂടെ? ആ പാവം നേരവണ്ണം ഉണ്ടിട്ട് ഉറങ്ങിട്ട് എത്ര ദിവസമായെന്നറിയോ? ഒരു കണക്കിന് നോക്കിയ അമ്മ ഒരു ജയിലിൽ തന്നെയാ, ഒരു വീട്ടു തടങ്കല്. അമ്മ മാത്രമല്ല, നന്ദു, രജനി ചേച്ചിയും ഞാനും ഒക്കെ അങ്ങനെ തന്നെയാ. അച്ഛൻ വിചാരിച്ച അമ്മയും ഞങ്ങളെ ഒക്കെ രക്ഷിക്കാം, അച്ഛനും രക്ഷപ്പെടാം. അച്ഛനെല്ലാം തുറന്നു പറയ. മോളെ, മോളും പ്രഭയൊക്കെ പറയുന്നത് ശരിയാ. പക്ഷെ മോളെ, എന്റെ കേസ് കൊലപാതക കേസാ. ഞാൻ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാലും ഇല്ലെങ്കിലും കേസിന് പ്രത്യേകിച്ച് ഗുണം കിട്ടാനൊന്നും പോകുന്നില്ല. കിട്ടും അച്ഛാ, ഉറപ്പായിട്ടും കിട്ടും. അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് ചർച്ചകൾ വരും. കോടതി എല്ലാം വിശദമായിട്ട് പരിശോധിക്കും. സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ അച്ഛന് കിട്ടും. ആ ഒരു ആനുകൂല്യത്തിന് വേണ്ടി ഞാൻ പലരെയും ചതിക്കണമെന്നാണ്. ചന്ദ്രമതിയുടെയും മേരി തോമസിന്റെ അവസ്ഥ എന്താവും? അച്ഛാ, അച്ഛൻ അമ്മയുടെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കും. അമ്മ അച്ഛനെ കാണാൻ ജയിലിൽ വന്നിട്ട് തിരിച്ചു വന്ന് പറഞ്ഞത് എന്താണെന്നോ? സങ്കടം കൊണ്ട് പറഞ്ഞത്, കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. സത്യത്തിൽ സിദ്ധു കാണിക്കുന്നത് ത്യാഗമല്ല, ദ്രോഹമാണെന്ന്. ആലോചിച്ച അത് ശരിയാച്ച. അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കും ഈ ഒരു അവസ്ഥയില് അച്ഛനെ കാണണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അച്ഛൻ ഇവിടെ ജയിലിൽ കിടക്കുമ്പോ അമ്മയ്ക്ക് സഹതാപത്തോടെ വേണം അച്ഛനെ കുറിച്ച് ചിന്തിക്കാൻ. അച്ഛൻ തീരുമാനങ്ങൾ മാറ്റണം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അച്ഛന്റെ മനസ്സ് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. ആ വലിപ്പത്തിനൊപ്പം ഉയരാൻ അമ്മയ്ക്കും ഞങ്ങൾക്കും ഒന്നും കഴിയാത്തോണ്ടാവും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളുമായി അച്ഛനെ കാണാൻ വരുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പരിഹരിച്ച നേതാവല്ലേ അച്ഛൻ? ഞങ്ങളുടെ ആവശ്യവും അങ്ങനൊരു പ്രശ്നമായിട്ട് കാണുന്നു അച്ഛാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടാവും, അതുറപ്പാ. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എല്ലാരും കാത്തിരിക്കും അച്ഛാ, അച്ഛൻ എന്തു പറഞ്ഞു എന്നറിയാൻ. ഞാൻ അവരോട് എന്തു പറയണോ അച്ഛാ? രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞ അനുഭാവപൂർവം അച്ഛൻ ഞങ്ങളുടെ അപേക്ഷ പരിഗണിക്കും. അങ്ങനെ അറിയിക്കട്ടെ അച്ഛാ? മോളെന്നെ കളിയാക്കുകയാണോ? അധികകാലം ആരെയും വിഷമിപ്പിക്കില്ല എന്ന് പറയും. എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കണമെന്ന് പറയും മോളെ. നമുക്ക് നല്ല പൊരുത്തമാണല്ലോ. തമ്മിൽ കാണരുതെന്ന് വിചാരിക്കും, പക്ഷെ കൃത്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് കാണും. പൊരുത്തമല്ല, പൊരുത്തക്കേടാ. അത് കാരണോ കാണേണ്ടി വരുന്നേ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തമ്മിൽ കാണൽ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള കാണലാവും ഇത്.
സംസാരത്തിനൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ. അളമുട്ടിയ ചേരയും കടിക്കും. ചേരയോ? നീയോ? നീ രാജവെമ്പാലയാ, അത് മനസ്സിലായി. എന്നെ ചന്ദ്രോത്ത് കയറ്റാതെ നിർത്തുന്നത് നീയാ. പക്ഷെ അതിനെന്താ, എന്നെ ചന്ദ്രോത്ത് കയറ്റില്ല, പക്ഷെ നിന്റെ അമ്മായച്ചനെ ജയിലിൽ കയറ്റില്ലേ? അളമുട്ടിയ ചേരയും കടിക്കും. ചേരയോ? നീയോ? നീ രാജവെമ്പാലയാ, അത് മനസ്സിലായി. എന്നെ ചന്ദ്രോത്ത് കയറ്റാതെ നിർത്തുന്നത് നീയാ. പക്ഷെ നിന്റെ അമ്മായച്ചനെ ജയിലിൽ കയറ്റില്ല, പക്ഷെ നിന്റെ അമ്മായച്ചനെ ജയിലിൽ കയറ്റില്ലേ?